ഹായ്, ഇത് രാവിലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ മോൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഒരു 5:30 സമയത്താണ് കേട്ടോ, സുബൈക്ക്. അപ്പോൾ മോൾക്ക് ഇന്ന് സ്കൂളിൽ ട്രിപ്പാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഇതൊക്കെ ഇതാക്കിയത്. അപ്പം അവൾക്ക് പനി ഉണ്ടായിരുന്നു കേട്ടോ. പനി ഉണ്ടായപ്പോൾ പിന്നെ ഓറസ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടി ഞാൻ കലക്കി കൊടുക്കണം വിചാരിച്ച്. പിന്നെ ഛർദിൻ്റെ ഉള്ളിൽ കൊടുക്കാണ്ട് പോകണം മുന്നേ. അപ്പോൾ അതൊക്കെ ഇവിടെ കാണുന്നവിടെ തന്നെ വെച്ചാണ് കേട്ടോ മറക്കുച്ചിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതിനെ ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ, കാരണം വിശക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൂടിയല്ല, രണ്ടും നടക്കുന്നുണ്ട്. അവളെ ഞാൻ എണീപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് എണീപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല്ലേക്കാൻ വിളിച്ചിട്ട് പോയി നോക്കിയപ്പോൾ ആളെ കാണാതായപ്പോൾ പോയി നോക്കിയപ്പോൾ പാട്ടിട്ടിരിക്കുകയാണ്. അവൾ സബിൽ പാട്ടിട്ടിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇരുട്ടാണ് കേട്ടോ, വീഡിയോ എടുക്കാൻ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ, കാരണം ഇരുട്ടത്ത് എടുക്കുന്ന വീഡിയോ അല്ലേ, അതാണ് അത്ര ക്ലിയർ ഇല്ലാത്ത കേട്ടോ. കാരണം സുബൈയാണ്, നേരത്തെ പോകണം സ്കൂൾക്ക്. ഇപ്പം സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മാവ് കുഴക്കുന്നുണ്ട്. പിന്നെ പോയിട്ട് മോളെ യൂണിഫോം ഒന്ന് അയൺ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ടൈമില്ലാതെ ചെയ്യണം. ഒക്കെ തലേന്ന് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച്, നമ്മൾ അത്ര ഇതാക്കിയില്ല. പിന്നെ ഞാൻ വേഗം അയൺ ചെയ്ത് വന്നുകൊണ്ട് പെട്ടെന്ന് വെള്ളം ചൂടായപ്പോൾ അത് ഇറക്കി വെച്ചിട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ദോശ ചൂടാൻ നിന്ന്, കാരണം എൻ്റെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഒക്കെ ഈസി കുക്കുമ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ. പിന്നെ ഇടയിൽ കൂടെ ഞാൻ വേഗം ദോശ ചൂടാൻ നിന്ന്. മൈദദോശയാണ് കേട്ടോ. മൈദപ്പൊടിൻ്റെ കൂടെ ഞാൻ ഗോതമ്പ് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഞാൻ അങ്ങനെ സാധാരണ ഉണ്ടാക്കട്ടോ, കാരണം ഗോതമ്പ് പൊടി നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുമല്ലോ. പിന്നെ അതിങ്ങനെ വെറുതെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചിലവായി പോയിക്കോട്ടെ വെച്ചിട്ട് മൈദൻ്റെ കൂടെ ആകുമ്പോൾ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഉണ്ടാക്കാനൊരു മടിയാവും കേട്ടോ. കഴിക്കാനും മോൾക്കൊന്നും ഇഷ്ടമല്ല, കഴിക്കുന്നുണ്ടെന്ന് പറയും. ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഉള്ളി തക്കാളിയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ, കാരണം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സമയമില്ലാതെ ഇപ്പോൾ പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണമൊക്കെ സാധാരണ കറിയാക്കിയിട്ടുണ്ടോ. മുട്ട പുഴുങ്ങുള്ള ടൈമൊന്നുമില്ല കേട്ടോ, കാരണം ഇവിടെ സാധനങ്ങളൊന്നും നിർത്തി വെച്ചിട്ടില്ല ബാഗൊക്കെ. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ അവിടെ വലിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി എടുത്ത് കൊടുക്കണം. 1 ഡേ ട്രിപ്പാണ് കേട്ടോ. പക്ഷെ എന്നാലും 2 കൂട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കണം. ഇവർ യൂണിഫോം ഇട്ട് പോകണമെന്നാണ് പറയുന്നത്. പിന്നെ 2 കൂട്ട് എടുക്കണം പറഞ്ഞു. ഒന്ന് പൂളിൽ ഇറങ്ങുമ്പോഴുള്ളതും പിന്നെ ഒന്ന് വരുമ്പോൾ അവർക്ക് അവിടുന്ന് പൂളിൽ പിന്നെ കുളിച്ച് മാറ്റിയിട്ടിടാനുള്ള ഡ്രസ്സും പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം പറഞ്ഞ്. പിന്നെ അവളായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളത് വീഡിയോ എടുത്താണ് കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് എടുത്തേക്കുമ്പോൾ അവൾ പറയുകയാണ്, അതും അങ്ങനെയല്ലമ്മ, ഇത് ഇങ്ങനെയല്ലമ്മ എന്ന് പറഞ്ഞിട്ട് ഓരോ അഭിപ്രായമാണ് കേട്ടോ. അവൾക്ക് എപ്പോഴും അങ്ങനെ, ഞാൻ എന്താ ചെയ്താലും അത് അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയിട്ടാ. അവൾക്കൊരു ധാരണ ഉണ്ടാവും എങ്ങനെ വെക്കണം എന്നുള്ള. അപ്പോൾ ഞാൻ ഒരു അറയും വെച്ച പിന്നോട് അതിലെല്ലാം വെക്കണ്ടേ അമ്മ, താഴത്തെ അറയിലാന്ന്, ഡ്രസ്സുകൾ ഇതിലും മറ്റേത് അതിലും അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഇതിലായാലും എനിക്കിവിടെ സാധനം ഉണ്ടായാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സ് മേടിച്ചിരുന്നു കേട്ടോ. സ്നാക്സ് ആയിട്ടല്ല, മിഠായി പോലെ അവൾക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവളെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ, ചീർപ്പും പിന്നെ ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവരവിടുന്ന് പൂളിലിറങ്ങുമ്പോൾ കുളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കളിയല്ലേ. പിന്നെ വാട്ടർഫോളിൻ്റെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള ഒക്കെ പഴയ സാധനങ്ങളായിട്ട് വെക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞൊക്കെ പഴയത് വെച്ചാൽ മതി, ഒന്നും പുതിയത് വെക്കണ്ട. പഴയതാകുമ്പോൾ പിന്നെ തിരിച്ച് കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലല്ലോ, പുതിയതാകുമ്പോൾ പോവില്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം പഴയത് വെക്കുക. അപ്പോൾ അവളാണെങ്കിൽ പുതിയത് തന്നെ വേണമെന്നാണ് വാശി പിടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പഴയതും മതി കൊണ്ടെല്ലാം പഴയത് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മിററാണ് കേട്ടോ. ഇത് ഞാനൊരു അവൾക്ക് വാങ്ങിയതായിരുന്നു തിരൂരിന്ന്. നല്ല മിററാണ് കേട്ടോ. നമ്മൾ എവിടെയെല്ലാം പോകുമ്പോഴൊക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം കേട്ടോ. അപ്പോൾ ഞാൻ മലബാറിൻ്റെ കവറിന്, അപ്പോൾ ഇതിലിട്ട് കൊടുത്താൽ കവറിലാക്കി വെച്ചിടത്തൊന്നും പിന്നെ മിസ്സാവില്ലല്ലോ, ഒക്കെ അതിൽ നിന്ന് എടുക്കാമല്ലോ. ഞാൻ അങ്ങനെ ചെയ്യട്ടോ. പിന്നെ അതാ ഇവർക്ക് ഒക്കെ റെഡിയാക്കി വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അവളെ മറ്റേ ഇയർ മഫ് ഉണ്ടല്ലോ, അത് വെക്കണം പറഞ്ഞു, അത് വെച്ച്. പിന്നെ ഒരു പഴയൊരു മേക്കപ്പ് സെറ്റ് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രാബ് വേണമെന്ന് പറഞ്ഞ് അത് വെച്ചെടുത്ത്. അങ്ങനെ എല്ലാം വെച്ചെടുത്തത് തീരണില്ല. പറയുന്നുണ്ട് അധികമൊന്നും വേണ്ട, ഒരു ഇഷ്ടമല്ല, അപ്പം പെട്ടെന്ന് വരുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടടി എന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ല, അവൾക്ക് അത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതിന് പോകുമ്പോഴുള്ള സമ്മതപത്രം പൂരിപ്പിക്കാണ്ടായിരുന്നു, സൈൻ ചെയ്യാണ്ടായിരുന്നു, അതും മറന്നിക്കണ്. അപ്പോൾ അതൊന്ന് സൈൻ ചെയ്ത് കൊടുത്തതിൻ്റെ ഇടയിൽ കൂടെ അതും സൈൻ ചെയ്ത് കൊടുത്താൽ വെച്ചെടുത്തിട്ടോ. അപ്പം അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ അവൾക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നാലോചിച്ചിട്ട് ഛർദ്ദിൻ്റെ ഗുളിക ഞാൻ ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം അതിൽ ബാക്കി കഷ്ണം ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോകാനും കൊടുത്തിട്ടുണ്ട്. എങ്ങാനും വന്നാൽ വേണേൽ അവിടുന്ന് കുടിച്ചോട്ടെ വിചാരിച്ചിട്ടേ. പിന്നെ വിക്സും പിന്നെ ഇത് ഛർദ്ദിക്കാൻ വരുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കവറും ഒക്കെ നമ്മൾ സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോയാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാനിതൊക്കെ എൻ്റെ പന കൊണ്ട് പഠിച്ചാട്ടോ. ഞങ്ങളെവിടെയെല്ലാം പോകുമ്പോൾ എൻ്റെ അപ്പം അങ്ങനെയാണ്, എല്ലാ സാധനവും വേണം, മരുന്നും കാര്യങ്ങളൊക്കെ എടുക്കും. നല്ലൊരു കാര്യം കേട്ടോ അത്. അപ്പോൾ അത് കണ്ട് പഠിച്ചാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ രാവിലത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ എടാ പിടി എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നൊരു വീഡിയോ ഉണ്ടാവില്ല, അതാണ് കേട്ടോ. അപ്പോൾ ബാഗ് പാക്കയിലൊക്കെ കഴിഞ്ഞ് പിന്നെ അവളെ കുളിക്കാൻ പോയിട്ട് അത് കഴിച്ചുകൊണ്ട് അവൾ കുളിക്കാൻ പോയി. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിഞ്ഞ് വന്ന് അവൾ പിന്നെ യൂണിഫോം തന്നെ ഇട്ട് പോകാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ അവൾ ബെൽറ്റ് ഇട്ട് ബാഡ്ജ് ഇടാണ്. ഇനിയിപ്പോൾ മുടിയൊന്നും ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല.
ഉള്ള ഇടയിൽ കൂടെ അവൾ മുടിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചായ കുടിക്കണം, മുടിയൊക്കെ കെട്ടി വന്നിട്ട്. പിന്നെ ദോശയും കറിയും കൂടെ കൂട്ടിങ്ങാണ്ട് ചായ കുടിക്കാം കേട്ടോ. കാര്യമായിട്ടുള്ള കറിയൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല, എന്തിനും സമയമില്ലല്ലോ, രാവിലല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും മാറ്റിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു പർദ്ദ ഇട്ടു കേട്ടോ. അവളെ കൊണ്ടാക്കാൻ പോവാം കേട്ടോ. അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ ആക്കി കൊടുക്കുന്ന കേട്ടോ. അവിടെ നിന്ന് അവരെപ്പോൾ കൊണ്ടാക്കി കൊടുക്കും. ആ കുട്ടികളുണ്ടാവും, വേറെ കുട്ടികളുണ്ടാവും, അവരെ എല്ലാവരെയും ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അപ്പോൾ നല്ല സന്തോഷത്തിലാട്ടോ, ട്രിപ്പ് പോണ സന്തോഷത്തിലാണ്. ഇതെന്താ ഫാൻ്റെ എന്താണെന്ന് വെച്ചാൽ ആദ്യം ടീച്ചർമാർ പറഞ്ഞു കേട്ടോ, ഫാൻ്റെ ഇട്ട് കൊടുക്കണം മടിയിൽ, പെൺകുട്ടികളല്ലേ അപ്പോൾ പാർക്കല്ലേ. പിന്നെ ഇവരെ ഫ്രോക്ക് ഉരിക്കുമെന്ന് പറഞ്ഞു, ഷർട്ട് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ പറഞ്ഞു. അപ്പോൾ നല്ല ഫാൻ്റെ അടിയിൽ താഴെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രോക്ക് ഇട്ടിട്ടൊന്നും അവർക്ക് ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ പാർക്കിൽ, അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല, കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഫാൻ ഇട്ടത്. അങ്ങനെ അതാ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്നുണ്ട്, ഉമ്മാനെ കൊണ്ടുപോകാതല്ലേ ഈ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കണ്ടോ. അപ്പോൾ അവൾക്ക് സങ്കടം. അപ്പോൾ അവൾ എൻ്റെ ഉമ്മ നമുക്ക് പിന്നെ പോകാം, ഞാൻ വെറുതെ അവളെ തമാശ ആക്കണം കേട്ടോ. അപ്പോൾ അവൾക്കത് കാര്യമെന്ന് വിചാരിച്ചാണ്, അവൾക്കും സങ്കടമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഉമ്മ ഇല്ലാത്തൊരു സങ്കടം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ അതിനെന്താ മോളെ, നീ പോയിക്കട്ടെ, അമ്മച്ചിക്ക് അതാണ് ഏറ്റവും സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങളെ യാത്ര അയച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.